ഞാനിന്ന് എത്തിയത് കണ്ണാടിക്കൽ ചന്തയിലാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ വന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണാടിക്കൽ ചന്ത. ഇന്നത്തെ കാലത്താണല്ലോ നമ്മൾ ഈ ഡി ജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നത്. അന്നൊക്കെ ഇവിടെ വന്നിട്ട് മാത്രമായിരുന്നു നമുക്ക് ആഘോഷങ്ങൾ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ മുകളിൽ പോയി പൊട്ടുന്ന വർണ്ണപ്പൊട്ടും പിന്നെ ഇവിടെ പൊട്ടുന്ന പടകത്തിൻ്റെയൊക്കെ സെറ്റപ്പ് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിനോട് തൊട്ടടുത്തുള്ള ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ പടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊക്കെ കുറേ അങ്ങോട്ട് വിട്ട് നിർത്തിയിട്ടാണ് ഭാരവാഹികൾ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കഴുങ്ങ് ഇങ്ങനെ കീറിയിട്ടത് കണ്ടില്ലേ, ഇതിന് നിറച്ച് നമ്മളിപ്പോൾ പനോല സെറ്റ് ചെയ്യുന്നത് കാണാൻ പോവുകയാണ്. അങ്ങനെ ഇവിടുത്തെ ചേട്ടന്മാർ ഇതാ പനോല ഇതാ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ചാക്ക് നിറച്ചും പനോലയാണ്. ആ രണ്ട് മുളയിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ ഗുണ്ടൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ തീ കൊളുത്തിട്ടോ. ഈ തീ കൊളുത്തുന്ന അമ്പലത്തിൽ നിന്ന് വന്ന ഒരു തീയാണ് ഇത് കൊളുത്തുക കേട്ടോ. അങ്ങനെ അത് കൊളുത്തി കഴിഞ്ഞ് ഇനി സൗണ്ടൊക്കെ കുറച്ച് കേട്ടാലോ നമുക്ക്. പനോല ഇതൊന്നല്ല കേട്ടോ പൊട്ടിക്കഴിഞ്ഞ് ഒരുപാട് പനോല ഉണ്ടായിരുന്നു. ആ ചുറ്റിനും പൊട്ടിക്കഴിഞ്ഞത് ഇത് എത്രയും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ് അത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അത് ആ മുകളിൽ പോയി പൊട്ടുന്ന പറഞ്ഞ പോയിട്ട് ഇത് കുറേ നേരം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയുമ്പോൾ നമ്മളെ കഴുത്ത് ചെറുതായിട്ട് വേദനയാണെങ്കിലും നമ്മളെ കണ്ണ് സമ്മതിക്കില്ല. മുകളിലേക്ക് നോക്ക് തന്നെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അതെന്താണെന്നുള്ള കാര്യം ഇവിടെ നോക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഇവിടെ വന്നുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് അടിക്കട്ടോ. എത്ര ആളുണ്ട് ഇവിടെ വന്നിരുന്നോ എന്നൊന്നും നമുക്കറിയാമല്ലോ. നമ്മളെ ചുറ്റുപാട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇവിടെ വന്നേരം എന്തായാലും സംഭവം മുതലായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. അതായിരിക്കും എല്ലാവർക്കും പറയാനുള്ളൊരു അനുഭവം. ഈ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം എന്താ കഥ എന്നുള്ളത്. അങ്ങനെ പടകം പൊട്ടിക്കലും വർണ്ണപ്പ വീട്ടിൻ്റെ മുകളിൽ പോയി പൊട്ടലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്താൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും ജനങ്ങളെ ഇനി ഗ്രൗണ്ടിലുള്ള കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ കൊണ്ട് തന്നെ നല്ലോണം ജാമായി. ലാസ്റ്റ് പോലീസുകാർ വന്നിട്ടാണ് എങ്ങനെ ഒന്ന് കഴിച്ചിലായത് കേട്ടോ. അതിവിടെ വന്നവർക്കൊക്കെ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ജാമായിട്ട് നന്നായിട്ട് ശ്വാസം മുട്ടിപ്പോയിരുന്നു. കുട്ടികളെ മുതൽ എല്ലാവരും എടുത്തിട്ട് നടക്കുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടൊരു സംഭവമായിരുന്നു കേട്ടോ അത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും ഇതിൻ്റെ അപ്പുറത്ത് പെട്ട് ഞങ്ങളിങ്ങനെ ഒന്ന് പുറത്ത് ചാടി കേട്ടോ. അപ്പം